അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിതാ അടിപൊളിയായി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഒരു നല്ല സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഞാനിപ്പോൾ വന്നിരിക്കണത് വെയിറ്റൊക്കെ നോക്കിയതിന് ശേഷമാണ്. വെയിറ്റ് സ്റ്റക്കായിട്ട് ഇപ്പോൾ ഒരു 10 ദിവസത്തോളമായി. അപ്പോൾ ഇന്ന് ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ എനിക്ക് ഒരു സമാധാനമുള്ള ഒരു വെയിറ്റാണ് ഞാൻ കണ്ടത്. നമ്മൾ സ്റ്റക്കാണതിൻ്റെ മുന്നേ കണ്ട ആ വെയിറ്റ് കണ്ടു കേട്ടോ. അപ്പോൾ ഒരുപാട് ദിവസമായിട്ട് ഭയങ്കര ടെൻഷനും എന്തൊക്കെയോ സങ്കടവും കരച്ചിലും എന്തപ്പോൾ ചെയ്യാമെന്നറിയാത്തൊരവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആകെ ടെൻഷനൊക്കെ അടിച്ചിട്ടുള്ള ദിവസമായിരുന്നു ഇന്ന്. സത്യം പറഞ്ഞാൽ വെയിറ്റൊക്കെ നോക്കി വന്നപ്പോൾ ഒരു ഭയങ്കര ഒരു സമാധാനം കേട്ടോ. അപ്പോൾ ഞാൻ കരുതി അതൊക്കെ ഇന്ന് കാണിക്കണ്ടേ. അപ്പോൾ ഇന്ന് എന്താ പറയുക, മഴയൊക്കെ ആയതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് വെള്ളം കൂടി നല്ല കുറവാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഈ മഴയും തണുപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് വെള്ളം കൂടി കുറവാകുമല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ നല്ല വെള്ളം കുടിച്ചിരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനൊന്ന് വെയിറ്റ് കാണിക്കാം. അപ്പോൾ ഇതാ നമ്മൾ എന്താ പറയുക, സ്റ്റെക്കാണതിന് മുന്നേ ജസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്ന വെയിറ്റ് 93.9 ആയിരുന്നു. ഇപ്പോൾ ഞാനിതാ 93.8 ആയിട്ടുണ്ട്. ഈ ഒരു വെയിറ്റ് കാണാൻ എന്നെ 100% സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് ജ്യോതി. സത്യം പറഞ്ഞാൽ പിന്നെ എന്താ എനിക്ക് അതിന് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഞാനത് ഒപ്പമുള്ളതുകൊണ്ട് മാത്രമാണ്, ഞാൻ എന്താണ് പറയേണ്ടതെന്നും കൂടി എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഒപ്പമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമാധാനത്തിലും ഇനി എന്തെങ്കിലും വെയിറ്റ് കുറേ ആയിരിക്കും. ഞാൻ പിന്നെ നമുക്കൊരാൾ സപ്പോർട്ട് ചെയ്ത് കണ്ട് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ, അതായത് ഞാൻ ഇന്ന് കഴിച്ചതൊക്കെ ഫോട്ടോ എടുത്തും അയച്ചു കൊടുക്കും കേട്ടോ. അതായത് ഇന്ന് നമ്മളെന്ത് രാവിലെ എന്ത് കഴിച്ചു, രാവിലത്തെ വെയിറ്റ് എത്രയാണ്, അത് രാവിലെ ഞാൻ അയച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് ഞാൻ 10 മണിക്ക് എന്ത് കഴിക്കണു, ഉച്ചയ്ക്ക് എന്ത് കഴിക്കണു, രാത്രി. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ എന്നോട് പറയും ഇന്നിപ്പോൾ ഇതൊക്കെ കഴിച്ചതല്ലേ, രാത്രി എന്നാൽ ഇന്ന സാധനങ്ങളൊക്കെ കഴിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഇന്നത് അങ്ങനെ ഓരോരോ നമുക്ക് എന്തൊക്കെ കഴിക്കണം എന്നുള്ള സജഷനും കാര്യങ്ങളും ഒക്കെ എനിക്ക് പറഞ്ഞ് എൻ്റെ ഒപ്പത്തിനൊപ്പം നിന്ന് ഇന്ന ടെൻഷനൊക്കെ മാറ്റി നിന്ന ഒരാളാണ് ജ്യോതി. അത് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതിപ്പോൾ നന്ദി എന്നൊക്കെ പറയുമ്പോൾ അതൊരു എന്താ പറയുക, അകൽച്ച തോന്നും. അങ്ങനെ പറയുന്നില്ല. കാരണം അത്രയും സപ്പോർട്ടീവായിരുന്നു എൻ്റെ കൂടെ. എനിക്ക് ടെൻഷൻ ഒരു 80-90% ടെൻഷനും മാറ്റി തന്നത് ജ്യോതിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അത് പറഞ്ഞിട്ട് അങ്ങോട്ട് വീഡിയോ സ്റ്റാർട്ടാക്കാമെന്ന് കരുതി. പിന്നെ എന്താ പറയുക, ഞാൻ കഴിക്കുന്നതിലുള്ള തെറ്റുകൾ, എൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എനിക്ക് വിശദമായിട്ട് എനിക്ക് പറഞ്ഞു. അതിൻ്റെ അപ്പുറം ഞാൻ എന്തെങ്കിലും കാരണം ചിലപ്പോൾ ഞാൻ കരുതും ഞാൻ അങ്ങ് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, രാവിലെ ഫോട്ടോ അയച്ച് പിന്നെയും ഫോട്ടോ അയച്ച് ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ എന്താ പറയുക ജസ്റ്റ് ഇങ്ങനെ മാറി നിൽക്കും. പക്ഷേ അതിനൊന്നുമില്ല. രാവിലെ എനിക്ക് മെസ്സേജ് അയക്കും, ശ്രുതി എത്രയായി വെയിറ്റ്, ഇന്നത്തെ വെയിറ്റ് പറ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കും. അപ്പോൾ ഞാൻ അയച്ചു കൊടുക്കും. ഫോട്ടോക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ പിന്നെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, ഒരുപാട് ആൾക്കാരെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളല്ലേ. അപ്പോൾ നമ്മളെന്ന് പറയുന്നത് ഇപ്പോൾ പൈസ കൊടുത്തിട്ടോ ഒന്നുമല്ല, നമ്മളിവിടെ പറഞ്ഞ് ചെയ്യിപ്പിക്കണം, ഒന്നും ഒരു പൈസയോ കാര്യങ്ങളോ വെച്ച് കൊടുത്തിട്ടല്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഫോട്ടോ അയക്കാതെ അങ്ങനെ നിൽക്കും കേട്ടോ. പക്ഷെ അപ്പോൾ ഒരു 10 മണിയാകുമ്പോൾ എനിക്ക് ഒരു മെസ്സേജ് വരും, ശ്രുതി വെയിറ്റ് എത്ര, അത് കഴിഞ്ഞ് എന്താ ഇന്ന് രാവിലെ കഴിച്ച്, എന്താ ഉച്ചയ്ക്ക് കഴിച്ച് എന്നൊക്കെ ചോദിച്ചിട്ട് അത് ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രി കഴിക്കേണ്ടത് എന്താ ഒക്കെ വിശദമായിട്ട് പറഞ്ഞ് എൻ്റെ ഒപ്പത്തിനൊപ്പം നിന്ന് എന്തായാലും ഈ ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ 1 കിലോൻ്റെ അടുത്തിപ്പോൾ 1 കിലോന് 300ഓളം ഞാൻ കുറഞ്ഞ് ഇപ്പം നമ്മൾ 93 തന്നെ കണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയാൻ പറ്റാത്തത്ര സന്തോഷമുണ്ട്, അത്രയും സ്നേഹമുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ സപ്പോർട്ടുണ്ട് കേട്ടോ. അത് കുറഞ്ഞോളും, അങ്ങനെ ഉണ്ടാവും, സ്റ്റക്കാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലാതെ നമ്മളെങ്ങനെ നിങ്ങൾക്ക് വെയിറ്റ് ലോസ്, ഇത് എന്ത് വെയിറ്റ് ലോസാന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ കളയാക്കാമല്ലോ. അപ്പോൾ നമുക്ക് എന്താവും, നമുക്ക് ഡീമോട്ടിവേഷനാകും. നമ്മളെങ്ങനെ ശരിയാണല്ലോ, എന്താ ഞാൻ ഇങ്ങനെ എന്നൊക്കെ നമുക്ക് പിന്നെ അത് ചെയ്യാനുള്ള ഒരു ഇത് വരില്ലല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലല്ലോ. ആ ഒരു നല്ല കമൻസ് മാത്രമാണ് എനിക്ക് വന്നത്. ഞാൻ കഴിക്കുന്ന ഫുഡിൽ വരുന്ന പ്രശ്നങ്ങൾ, പച്ചക്കറി കഴിക്കാത്ത എന്താ വെച്ചാൽ അത് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പച്ചക്കറി കഴിക്കാത്തതിൻ്റെ കാരണം ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു 10-15 ദിവസമായിട്ട് വീട്ടിലില്ല. വരിക പോവുക അങ്ങനെ ആയതുകൊണ്ടേ നമ്മൾ ടൂറ്, ട്രിപ്പ്, അതുപോലെ കുടുംബസംഗമം, വീട്ടിലേക്ക് പോവുക, അങ്ങനെയൊക്കെയുള്ള ഓരോരോ പരിപാടികളായതുകൊണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് പച്ചക്കറികളൊക്കെ കൊണ്ടുവച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ കേട് വരണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇന്ന് പോകുമല്ലോ, അത് പോയി വരട്ടെ എന്നൊക്കെ കരുതി ഇങ്ങനെ വാങ്ങാതെ നിൽക്കുകയാണ്. പിന്നെ വീട്ടിൽ പോയപ്പോൾ ഞാൻ മഞ്ചേരി പോയപ്പോൾ ഞാൻ പച്ചക്കറിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പിന്നെ എല്ലാവർക്കും കീറ്റൊക്കെ ആയതുകൊണ്ട് അവർക്കൊക്കെ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കീറ്റോ ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് കുറച്ച് എന്താ
പറയുക കുറച്ച് അരിഭക്ഷണം എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കാൻ തോന്നുമ്പോൾ കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് കുറച്ച് ഞാൻ സ്ട്രിക്റ്റ് ആക്കി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ട്രിക്റ്റ് ആക്കിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, വെളിച്ചെണ്ണ എന്തിനാണ് ഇത്ര അധികം ഉപയോഗിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ അത് വീഡിയോയിൽ കാണുമ്പോൾ തോന്നുക കേട്ടോ. ഞാൻ ഒരു സ്പൂണൊക്കെ അങ്ങനെ പാരുന്നേ ഉള്ളൂ വെളിച്ചെണ്ണ. അപ്പോൾ മുട്ട പൊരിക്കുമ്പോൾ കണ്ടില്ല. അപ്പോൾ അതിങ്ങനെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയൊക്കെ ആകുമ്പോൾ അതിങ്ങനെ മേലെ കാണുന്നത്, അധികം ഒന്നും ഉപയോഗിക്കണില്ല. ഈ ഒരു മുട്ട പിന്നെ പൊരിക്കുമ്പോഴൊക്കെ തന്നെയാണ് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കണുള്ളൂ. പിന്നെ ചിക്കൻ കറി അല്ലെങ്കിൽ ചിക്കൻ വരട്ടി വെച്ചതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഉള്ളി വാട്ടി അങ്ങനെ ഉണ്ടാക്കല്ലേ. അപ്പോൾ അധികം അങ്ങനെ ഞാൻ വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കണില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും ചിക്കനൊക്കെ പൊരിക്കുമ്പോൾ അതിൽ നിന്ന് എടുത്ത് കഴിക്കുമെന്നൊക്കെ അല്ലാതെ അങ്ങനെ വെളിച്ചെണ്ണ ഒരുപാട് ഒഴിച്ചിട്ട് പനീറൊക്കെ വെച്ചപ്പോൾ ഞാൻ ജസ്റ്റ് പനീറല്ല അത് അതിലും ഉണ്ടാവുമല്ലോ നെയ്യ്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അല്ലാതെ ഞാനത് അങ്ങനെ കൂടുതലായിട്ട് വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കണില്ല. വീഡിയോയിൽ കാണുമ്പോൾ ഉള്ള ഒരു സംഭവമാണ്. പിന്നെ ഇന്ന് രാവിലെ ഞാൻ കഴിച്ചിട്ടുള്ളത് മുട്ട പൊരിച്ചു. അതിലേക്ക് ഞാൻ ഒരു പകുതി ഉള്ളിയും പിന്നെ ഒരു പകുതി തക്കാളി ഇട്ടു കേട്ടോ. കുറച്ചൊരു വെജിറ്റബിൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ഇട്ടിട്ട് ഇച്ചിരി ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഞാൻ അങ്ങനെ പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചായ എടുത്തിട്ടുണ്ട്. ചായ ഇത്തിരി മധുരം ഇട്ടിട്ടുണ്ട്. അതാണ് ഞാൻ ഇന്ന് രാവിലെ കഴിച്ചത് കേട്ടോ. രാവിലെ നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം ഇന്നലെ ഞാൻ പനീറും ഇതൊക്കെ കഴിച്ചപ്പോൾ വയറൊക്കെ നല്ല രീതിയിൽ ഫുള്ളായിട്ട് നിന്നതുകൊണ്ട് രാത്രി ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ രാവിലെ ആയപ്പോൾ കുറച്ച് വിശപ്പൊക്കെ ഉണ്ടായപ്പോൾ ഇത് കഴിച്ചു. ഇത് കഴിക്കുന്ന സമയം ഏകദേശം 10:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എന്താണെങ്കിൽ നമ്മൾ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അത് എനിക്ക് ചപ്പാത്തിയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എനിക്കങ്ങനെ ഭയങ്കരമായിട്ട് അത് കഴിക്കണം അങ്ങനെയൊന്നുമില്ല. ചപ്പാത്തി ഇഷ്ടമാണ്. അത് ചോറിനെങ്ങാനും ഇഷ്ടം ചപ്പാത്തിയാണ് കേട്ടോ. അതേപോലെ ഓട്സ് അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് കുറയട്ടെ, എന്നിട്ട് വീണ്ടും നമ്മൾ കുറച്ചൊക്കെ ഈ ഒരു അരിഭക്ഷണമൊക്കെ കഴിച്ചിട്ടുള്ള ഡയറ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. കീറ്റോ ഡയറ്റ് എനിക്ക് ഇനി അങ്ങോട്ട് നോക്കട്ടെ. വെയിറ്റ് ഇതുപോലെ തന്നെയാണ്, കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്നുണ്ട് കീറ്റോ ഡയറ്റ് ചെയ്തുകൂടെ എന്നൊക്കെ നമ്മളെ കമൻറ്റിൽ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം അപ്പോൾ മടിയാണ് എനിക്കതിപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ളൊരിത് തോന്നില്ല. ഏതായാലും ഈ ഒരു മാസം ഇനി ഒരു 5 ദിവസം കൂടി ഉണ്ടല്ലോ, അത് ചെയ്തിട്ട് വെയിറ്റിൽ വലിയ മാറ്റമൊന്നും തോന്നണില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. പിന്നെ പതുക്കെ കുറയണതാണല്ലോ നല്ലത്. നമ്മളിപ്പോൾ കീറ്റോ ഡയറ്റ് ചെയ്യുകയാണെങ്കിലും പെട്ടെന്ന് കുറയും. അതുപോലെ അത് നിർത്തിയാൽ നമ്മൾ കുറയണ പോലെ തന്നെ കൂടും. അപ്പോൾ ഞാനത് ചെയ്ത ഒരാളുമാണ്. ചെയ്യാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഇപ്പോൾ എന്താ അറിയില്ല, എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ എന്തോ പോലെയൊക്കെ തോന്നുകയാണ് കേട്ടോ. പക്ഷേ നല്ല രീതി കുറയുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളത് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കമൻറ്റിൽ നമുക്ക് റിപ്ലൈ കൊടുക്കാനുള്ളത്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദി. അപ്പോൾ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളത് ഒരു ദിവസമാണ്. വെയിറ്റ് പറഞ്ഞപ്പോൾ വീണ്ടും 93 കണ്ടപ്പോൾ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ ഡ്യൂട്ടികളൊക്കെ ചെയ്ത് തുടങ്ങി. രാവിലെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ക്ലീനിങ് പരിപാടികളിലേക്കൊക്കെ നിന്നിട്ടുണ്ട്. നമ്മളെ എന്താ പറയുക, ഒരുപാട് ഇന്നത്തെ പണികളൊക്കെ ഭയങ്കര വൈകിയാണ് കേട്ടോ. എഴുന്നേൽക്കാനും കുറച്ച് ലേറ്റായി, മദ്രസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. പിന്നെ ചപ്പാത്തിയൊക്കെ ആകുമ്പോൾ കുറേ നേരം പരത്തി അങ്ങനെ. പിന്നെ നീനുവിനാണെങ്കിൽ എൻ്റെ തൊണ്ടവേദന ഒക്കെ രാവിലെ, അവൾക്ക് 9 മണിക്കാണ് കേട്ടോ ഡ്യൂട്ടി. അപ്പോൾ രാവിലെ പോകുമ്പോൾ 6:30 അവളെ വിളിച്ചുണർത്തി. പിന്നെ നമ്മൾ 7 മണിക്ക് വിളിച്ചപ്പോൾ തൊണ്ടവേദന ആവുന്നുണ്ട്, പനിക്കാൻ വരുന്ന പോലുണ്ട്, തലവേദന ആവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഉമ്മച്ചി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ നമുക്ക് മൊത്തത്തിലൊരു വിഷമമൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരുന്നു. പിന്നെ 9 മണിക്ക് അവൾ ഡ്യൂട്ടിക്ക് കയറിയതിന് ശേഷമാണ് ഞാൻ കിച്ചണിക്ക് വന്നത് കേട്ടോ. അങ്ങനെ അവൾ വിളിക്കട്ടെ അവൾ കയറട്ടെ എന്നുള്ള ആ രീതിയിൽ ഇങ്ങനെ കാത്തുനിന്ന് അങ്ങനെ നിന്ന് 9 മണിയായി. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇന്നൊരു ജോലികളൊക്കെ ഒരു വൈകിയൊരു ദിവസമാണ് ഇന്ന്. എല്ലാ ദിവസവും ഒരുപോലെ ആവില്ലല്ലേ, നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സ്കൂളൊന്നും തുറക്കാത്തതുകൊണ്ട് സ്ട്രിക്റ്റായിട്ട് നമുക്ക് 10 മണിയാകുമ്പോൾ ഇത്ര കഴിയണം അങ്ങനെയൊന്നും ഇല്ലല്ലോ. സ്കൂളൊക്കെ തുറന്ന് സ്കൂട്ടിയൊക്കെ പോകാനുണ്ട്, യൂണിഫോം അയൺ ചെയ്യണം, രാവിലെ സ്കൂളിൽ ഫുഡ് കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഫുഡാകുമ്പോൾ കഴിച്ചോട്ടെ, അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഇന്നെല്ലാം വൈകിട്ടാണ്. ഇപ്പോൾ സമയം ഏകദേശം 12 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിലൊക്കെ പോയിട്ടുണ്ട്. പള്ളിയിൽ പോയതിൻ്റെ ശേഷമാണ് ഞാൻ വീണ്ടും പിന്നെ കിച്ചണിക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ബീഫാണ്. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറ് ഉണ്ടാക്കി ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് എൻ്റെ കിട്ടിയോ പറഞ്ഞത് കല്യാണം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ മൂപ്പർ അങ്ങോട്ട് പോയി കല്യാണത്തിന്. അപ്പോൾ ഗീ റൈസ് ഫുള്ളും ബാക്കിയായപ്പോൾ ഞാനത് വേഗം ഫ്രിഡ്ജിലേക്ക് വെച്ചു. അപ്പോൾ അതുണ്ട്. അപ്പോൾ അത് നന്നാക്കി അങ്ങോട്ട് ചൂടാക്കി എടുക്കുക. പിന്നെ ബീഫ് വേണം, കുറച്ച് ലിവറും ഒക്കെ ഉള്ള നല്ല ബീഫ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമായി ബീഫൊക്കെ കൊണ്ടുവന്ന് കഴിച്ചിട്ട്. അപ്പോൾ ഞാനത് നന്നായി ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് അങ്ങനെ കുക്കറിൽ അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ
വെജിറ്റബിൾ കഴിക്കാത്തതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഞാനിങ്ങനെ ഇന്നെ കമൻ്റ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ, വെജിറ്റബിൾ കഴിക്കണില്ല എന്നുള്ള കമൻറ്റ് എനിക്ക് വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കിട്ടിയിരുന്ന ഒരുപാട് പച്ചക്കറി കൊണ്ടുവന്നു. കക്കേരി, കാബേജ്, ക്യാരറ്റ്, പിന്നെ വഴുതനങ്ങ, കോവക്ക, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ സലാഡ് ഉണ്ടാക്കാമെന്ന് കരുതി ഇന്ന്. അപ്പോൾ അതിലേക്ക് ആദ്യം ക്യാബേജ് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്, പിന്നെ അതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി കുഞ്ഞാക്കി അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ അത് ലാസ്റ്റ് കുക്കുംബറും കൂടി ഇട്ട് കുക്കുംബറും ചെറുതാക്കി അരിഞ്ഞിട്ട് കുരുമുളക് പൊടിയും പിന്നെ ഇച്ചിരി ഉപ്പും അതിലേക്ക് നമ്മളെ കട്ടത്തൈരുണ്ടല്ലോ, കട്ടത്തൈരും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ പൊരിച്ച് അതിലേക്ക് ചെറുതായിട്ടൊന്ന് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇടുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ തോന്നി. പക്ഷെ ഇന്ന് ബീഫൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള പരിപാടികളേക്കൊന്നും നിന്നില്ല. ബീഫ് ഇതിലേക്ക് അങ്ങോട്ട് എടുക്കാമെന്ന് കരുതി. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും കൂടി ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം ഇതുമ്പോൾ ഞാനും എൻ്റെ കെട്ടിയവനും ഞങ്ങൾ മൂന്നാളല്ലേ, അപ്പോൾ എല്ലാവർക്കും കൂടി അങ്ങോട്ട് ഒരു കക്കരിക്ക, ഒരു കഷ്ണം ക്യാബേജും, ഒരു 2 ക്യാരറ്റും ഇട്ടിട്ടാണുള്ള പരിപാടിയാണിത്. അങ്ങനെ ഈ കട്ടത്തൈര് ഇന്നലെ കൊണ്ടുവന്ന് വലിയ പാക്ക് വാങ്ങാൻ ഞാൻ പറഞ്ഞു, നല്ല ടേസ്റ്റാണ് കട്ടത്തൈര്, അപ്പോൾ അത് വാങ്ങേണ്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയപ്പോൾ ഈ ഒരു ചെറിയ പാക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വരുമ്പോൾ നമുക്ക് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഈ ചെറിയ പാക്ക് വാങ്ങി വന്നിട്ട് ഏതായാലും ഇതന്നെ ഉണ്ടാവും 2-3 ദിവസത്തിന്, കാരണം ഒരു നേരമൊക്കെയല്ലേ കഴിക്കുള്ളൂ. അങ്ങനെ അതൊക്കെ ഇട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നന്നാക്കി ഇളക്കി അടിപൊളി ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എന്നാൽ പിന്നെ എനിക്ക് ചപ്പാത്തി മതി, ചോറ് വേണ്ടായിരുന്നു. കാരണം ചപ്പാത്തിക്ക് സലാഡും ബീഫൊക്കെ കൂട്ടി കഴിക്കാൻ രസമാണ്. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ചപ്പാത്തി അത്യാവശ്യം ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ആകെ കഴിക്കണത് ഇതുമ്പും എൻ്റെ ഹസ്ബൻഡ് മാത്രമാണല്ലോ, ഞാൻ കഴിച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുമ്പോൾ പിന്നെ സലാഡ് ഭയങ്കര ഇഷ്ടമായിട്ട് നോക്ക്, ആ തൈരൊക്കെ ഒഴിച്ചിട്ടുള്ള കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവൾ അതും ചപ്പാത്തിയൊക്കെ കൂട്ടി കഴിച്ചു. മൂപ്പരതാ കഴിച്ചിട്ട് ഭയങ്കര ബിസിയാണ് ഇട്ടെന്ന്. സ്കൂളൊക്കെ തുറക്കാനായില്ലേ, മൂപ്പരറിയാലോ സ്കൂൾ ബസ്സിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ സ്കൂൾ ബസ്സിലായതുകൊണ്ട് ഇപ്പോൾ സ്കൂൾ തുറക്കാനായതുകൊണ്ട് അതിൻ്റെ ഒരു ചുറ്റുപാടിലുള്ള ബസ് കൊണ്ടുപോയിട്ട് ഒന്ന് നോക്കണം, അതിനെന്തെങ്കിലും പണികളുണ്ടോ ഒക്കെ ഒന്ന് നോക്കണം. പിന്നെ അതിൻ്റേതായ ലൈസൻസിൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എന്തൊക്കെയോ മീറ്റിംഗ് കാര്യങ്ങൾ ചെയ്യാൻ, അതിൻ്റെ ഒരു തിരക്കിലാണ് മൂപ്പര്. ഫുഡ് കഴിച്ച ഉടനെ പിന്നെ ആ ഒരു മീറ്റിങ്ങിന് കാര്യത്തിനൊക്കെ ആയിട്ട് പോയിട്ട് സ്കൂൾക്ക് പോയി സ്ഥലം നമ്മൾ റൂട്ട് ഏതാണെന്നൊക്കെ അറിയണ്ടേ, പിന്നെ പോകുന്ന ബസ് എടുത്ത് പോകുന്ന റൂട്ടൊക്കെ അറിഞ്ഞാലല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സംഭവത്തിലാണ്, കാരണം ഇനി 4-5 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ മൂപ്പര് അങ്ങനെ പോയി. പിന്നെ ഞാനും ഇതും ഒപ്പാട്ടോ ഫുഡ് കഴിച്ചത്. അവൾ ചപ്പാത്തി സലാഡും ബീഫൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കഴിച്ചു. എനിക്കിത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ തൈരൊക്കെ ഒഴിച്ചിട്ട് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ബട്ടറൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഉരുക്കി പറഞ്ഞാൽ ടേസ്റ്റാണെന്ന് ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ബട്ടർ എൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബട്ടർ കോഫി ഒന്നും കുടിക്കാത്തതുകൊണ്ട് ബട്ടർ കഴിഞ്ഞ്. ഇനി നീന് വരുമ്പോഴൊക്കെ ഞാൻ വാങ്ങൽ കേട്ടോ. നീന് വരുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും അവൾ 2 ദിവസം നിൽക്കണം, ആ 2 ദിവസം ഞാൻ വേഗം ബട്ടർ കോഫി കൊണ്ടുപോയി കൊടുക്കും. കാരണം അത് കുറച്ച് കാൽഷ്യം എല്ലാം ഉള്ളൊരു സംഭവമല്ല. അപ്പോൾ അവൾക്കിങ്ങനെ പിന്നെ ജോലിയൊക്കെ ചെയ്ത് ക്ഷീണമായിട്ട് വരുന്നില്ല. അപ്പോൾ അത് കൊടുത്താൽ അവൾക്കൊരു നല്ലതാട്ടോ. അത് സത്യം പറഞ്ഞാൽ എല്ലാവർക്കും കുടിക്കാവുന്ന ആഴ്ചയിൽ ഒരിക്കലോ അല്ല ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ബട്ടർ കോഫി കുടിക്കണം നല്ലതാണല്ലോ. കാരണം അത് നമുക്ക് മൊത്തത്തിലൊരു ഉന്മേഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അതൊരു ബുള്ളറ്റ് പ്രൂഫ് കോഫി എന്നൊക്കെയാണല്ലോ അത് അറിയപ്പെടുന്നത്. അപ്പോൾ ഞാനങ്ങനെ അവൾ വരുമ്പോൾ നീന് വരുമ്പോൾ ഉണ്ടാക്കും. അപ്പോൾ ഞാനും കുടിക്കും കേട്ടോ, ഒരു 1/2 ഗ്ലാസ്സൊക്കെ ഞാനും കുടിക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ബട്ടർ കഴിഞ്ഞിട്ടുണ്ട്, നീന് വരുമ്പോൾ വാങ്ങാമെന്നൊക്കെയുള്ള പ്ലാനാണ്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് പാർന്നില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫിൻ്റെ കറിയും കൂടി കൂട്ടി കഴിച്ചപ്പോൾ ലിവറൊക്കെ ഉണ്ടാക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് അത് കഴിച്ചു. അതിന് ശേഷം പെട്ടെന്ന് ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായി. നീനുവിനിങ്ങനെ പനി ഉണ്ടെന്ന്, ചെറുതായിട്ട് തലവേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തുത്തുനോട് പറഞ്ഞപ്പോൾ തുത്തു പറഞ്ഞു പിന്നെ നീനുവിനോട് ഇന്ന് വരാൻ പറയുള്ളൂ. ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രിയാണ് എത്തിയിട്ട് രാവിലെ തന്നെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കോഴിക്കോട് എത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ നീനുവിന് ചെറുതായിട്ട് പനി ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നോട് പറഞ്ഞു അന്ന് ഓളോട് ഇങ്ങോട്ട് വരാൻ പറയും, പനിച്ചിട്ട് ഇങ്ങനെ ഹോസ്റ്റലിൽ നിൽക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് നീനുവിന് അങ്ങോട്ട് വരാൻ പറഞ്ഞു കേട്ടോ, ഓളെ വീട്ടിലേക്ക്. അപ്പോൾ ഞാനും പറഞ്ഞു എന്നാൽ ഞാൻ ഓക്കുള്ള മരുന്നും ഗുളികയൊക്കെ ഇട്ട് വരാം, ഡോക്ടറൊക്കെ കാണിക്കാമല്ലോ, ഞാനൊന്ന് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ വെക്കേഷനായിട്ടാണെങ്കിൽ ഞാൻ തുത്തൂൻ്റെ അടുക്ക് പോയിട്ടില്ലല്ലോ. അപ്പോൾ ആയിക്കോട്ടെ എന്നാൽ വാ നമുക്ക് ഒരു ദിവസം നിന്നൊക്കെ പോവാമല്ലോ, അങ്ങോട്ട് വന്നിട്ടില്ലല്ലോ എന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകാനുള്ള പെട്ടെന്നുള്ള പ്ലാൻ ഉണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ കെട്ടിയവനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ എത്താൻ ഒരു 5 മണിയൊക്കെ ആവും, മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് എത്താൻ, അതിന് ശേഷം പോയാൽ പോരെ. ഓക്കെ അങ്ങനെ പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ പണികളൊക്കെ തീർക്കാമല്ലോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ തന്നെ ഏകദേശം 2-2:30 ആയിട്ടുണ്ട്. എൻ്റെ പാത്രമൊക്കെ കഴുകി കിച്ചണൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം അടിച്ചു വാരി തുടച്ച് പിന്നെ വേഗം ഓടിപ്പോയി പാക്ക് ചെയ്തു. എവിടെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നമുക്കിടാനുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അയൺ ചെയ്ത് സെറ്റാക്കാനുണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞതാ നല്ല മഴയും കേട്ടോ, ഭയങ്കര മഴയാണ് പുറത്ത്. ഏതായാലും
ഞാൻ എല്ലാം എടുത്ത് വെച്ച് അവിടെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. സമയം ഇപ്പോൾ 6 മണിയൊക്കെ കഴിഞ്ഞിട്ടു. അപ്പോൾ നീനു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, തുത്തൂൻ്റെ അടുക്ക് പൊയ്ക്കോ, അമ്മച്ചി ഇപ്പോൾ വരും. വന്നിട്ട് ഒക്കെ അപ്പോക്കിന് പനി നല്ല കൂടിയിട്ടുണ്ട് കേട്ടോ. കാരണം തൊണ്ടൻ്റെ ഇൻഫെക്ഷൻ ആയതുകൊണ്ടാവും പനി നല്ലോണം കൂടിയിട്ടുണ്ട്. അപ്പോൾ വേഗം അവൾ തുത്തൂൻ്റെ അടുക്ക് പോയി ഫുഡൊക്കെ കൊടുത്തു, ഒരു ഡോളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തൊണ്ടവേദനൻ്റെ ഗുളികയൊക്കെ വാങ്ങി വരാമെന്ന് പറഞ്ഞ് ഞാനിതാ ഡ്രസ്സൊക്കെ മാറ്റി ഒരു 7 മണിയപ്പോഴാണ് ഇറങ്ങിയത് കേട്ടോ. ഞാൻ ഇപ്പോൾ കുടിച്ചത് ഒരു ബ്ലാക്ക് കോഫിയാണ് കേട്ടോ. അതായത് ഒന്നുമില്ല, പഞ്ചാര ഒരു ഇത്തിരി പോലും ഇട്ടിട്ടില്ല, കാപ്പിപ്പൊടി ചുടുവെള്ളം പാർന്നിട്ടുള്ള ബ്ലാക്ക് കോഫിയാണ് ഒന്ന് കുടിക്കാൻ തോന്നി എനിക്ക്. അപ്പോൾ അങ്ങനെ കുടിച്ചതാണ് കേട്ടോ. വേറെ ഒന്നും പിന്നെ ഞാൻ കഴിച്ചിട്ടില്ല. ഇനി തുത്തൂൻ്റെ അവിടെ പോയി എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടി വരുമല്ലോ, കാരണം നമ്മൾ അങ്ങോട്ട് അല്ലേ പോണത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞങ്ങൾ ഇറങ്ങിയപ്പോഴൊക്കെ നല്ല മഴയാണ്. മൂപ്പര് എത്തിയപ്പോൾ തന്നെ 5:30 കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് പോകാമെന്ന്. അപ്പോൾ ആ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 7:00 വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. നല്ല രാത്രി നല്ല മഴയും ഇരുട്ടത്ത് ഭയങ്കര എന്താ പറയുക, നല്ല ബുദ്ധിമുട്ടായിരുന്നു പോരാൻ കേട്ടോ. കണ്ണുക്ക് ഇങ്ങനെ ലൈറ്റ് കുത്തിയിട്ട് മൂപ്പർക്ക് ഡ്രൈവ് ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഏതായാലും ഇതാ ഞങ്ങളിവിടെ എത്തി. നീനും ഇതാ നല്ല ഭയങ്കര ക്ഷീണത്തിൽ കിടക്കുക കേട്ടോ. അവൾ വന്നിട്ടൊന്നും മുഖം പോലും കഴുകിയിട്ടില്ല, മേക്കപ്പൊക്കെ അതുപോലെ കിടക്കുകയാണ്. അപ്പോൾ നീനിട്ട ടീഷർട്ട് നിങ്ങൾ കണ്ടോ, അത് തുത്തു ബാംഗ്ലൂർ പോയപ്പോൾ നീനുവിന് വാങ്ങിയതാട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനത് ഇട്ടതിപ്പോൾ, പിന്നെ നമുക്ക് ഒടുക്കെങ്കിലും പോകുമ്പോൾ തന്നെ ഇടാൻ പറ്റിയ ടീഷർട്ടില്ലേ, നല്ല ഭംഗിയില്ലേ. ഞാൻ പറഞ്ഞു വെള്ള ജീൻസിലേക്കോ വെള്ള പാൻറ്റിലേക്കോ ഒക്കെ ഇടാം, അല്ലെങ്കിൽ ബ്ലാക്ക് പാൻറ്റിലേക്ക് തന്നെ നല്ല ചേരുന്നുണ്ട്. അപ്പോൾ എന്തിനപ്പോൾ തന്നെ ഇട്ടത് വെച്ചാൽ, അപ്പോൾ ഇവിടെ വേറെ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഇട്ടതാണ്. അവളെ യൂണിഫോം പിന്നെ വെള്ള ഷർട്ടായതുകൊണ്ട് അത് ഇനി ചളി ആവണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ടീഷർട്ട് ഇട്ടത്. അപ്പോൾ ഞാൻ വേഗം അത് അയച്ചു വെക്കാൻ പറഞ്ഞിട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ച് കളറുമ്പോൾ വെള്ള പ്രിൻ്റൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ടീഷർട്ട് ഇട്ടു. അപ്പോൾ ഞാൻ വേഗം അവളോട് അയച്ചു വെക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ അവൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒടുക്ക പോവുകയാണെങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ സാധനം എനിക്ക് കൊണ്ടുവരും. എനിക്കോ കുട്ടിയൊക്കെ ആയിട്ട് അവൾ കൊണ്ടുവരും കേട്ടോ എന്തെങ്കിലുമൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം ടൂറും ട്രിപ്പൊക്കെ പോയി വന്നപ്പോൾ എനിക്ക് നല്ല അടിപൊളി ബാഗൊക്കെ വാങ്ങിയിട്ടുണ്ട്. ആ ബാഗാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നത്. പിന്നെ ഇപ്പോഴാണ് പിന്നെ എനിക്ക് ഈ ബർത്ത്ഡേക്ക് എനിക്കൊരു ബാഗ് വാങ്ങിയത് കേട്ടോ. അത് പിന്നെ ഞാൻ എവിടേക്കും എടുത്തിട്ടില്ല. ഈ ബാഗ് തന്നെയാണ് നമ്മളിങ്ങനെ ഉപയോഗിക്കുന്ന ബാഗ് തന്നെ, അതിലായിരിക്കും അല്ലേ എൻ്റെ എല്ലാ സാധനങ്ങളും. അതുകൊണ്ട് ഞാനങ്ങനെ അതിൽ തന്നെ അങ്ങനെ കൊണ്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തട്ടിയിട്ടുണ്ട് ബെഡിൽ. എന്തൊക്കെയാണെന്ന് എനിക്ക് കാണിച്ചു തരാം കേട്ടോ. അതൊക്കെ അവൾക്ക് തുത്തൂന് തന്നെ വാങ്ങിയ ടീഷർട്ട് കേട്ടോ. നല്ല ടീഷർട്ട്, അതായത് അവിടെ ഇങ്ങനെ കുറച്ച് സ്ട്രീറ്റിൽ ഇങ്ങനെ പോയാൽ നല്ല നല്ല ഒരുപാട് സാധനങ്ങൾ നല്ല കുറഞ്ഞ വിലക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഓഫറിൽ കിട്ടിയപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങൾ അവൾ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് നല്ല എൻ്റെ മക്കൾക്ക് കിട്ടോ, നീനുവിനും ഇതുമൂനും കൂടി ഇതുമൂനൊക്കെ ഇങ്ങനെയുള്ള ട്രൗസേഴ്സ് വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയ ട്രൗസർ നീനുവിനും ഒരു 6 എണ്ണിട്ടുണ്ട് ട്രൗസർ. പിന്നെ ടീഷർട്ടുകളും ഉണ്ട് കേട്ടോ. അപ്പം നീനുവിന് ഭയങ്കര സന്തോഷമായി, കാരണം ഹോസ്റ്റലിൽ നിന്ന് ഇടാനും ടീഷർട്ടും കാര്യങ്ങളൊക്കെ ആയല്ലോ. അപ്പോൾ അതൊക്കെ എനിക്കുള്ളതൊക്കെ ഞാനങ്ങനെ ജസ്റ്റ് മടക്കി വെക്കുകയാണ്. പിന്നെ തുത്തുവിൻ്റെ മക്കൾക്കും സുജിക്കും തുത്തുവിനും ഒക്കെ ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ല ചുരിദാറും ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒക്കെ എല്ലാം കൂടെ ബെഡിൽ വരച്ചിട്ട് എല്ലാം എനിക്ക് കാണിച്ചു തരുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത്. ഈ ഡ്രസ്സുകൾ കാണുമ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് നാഗവല്ലിയുടെ ഒരു സംഭവം ഞങ്ങൾക്ക് വരും കേട്ടോ. കാരണം എനിക്കായാലും തുത്തുവിനായാലും പിന്നെ ഡ്രസ്സുകളോട് എനിക്ക് കൂടുതൽ ഒരു താല്പര്യം ഡ്രസ്സുകൾ, ഒരു നല്ല നല്ല പുതിയ മോഡലുകൾ ഇങ്ങനെ ഇടുക, അത് ഇടണം എനിക്ക്. ഞാൻ അവിടുന്ന് കണ്ടാൽ ക്ലോത്തുകളൊക്കെ വാങ്ങിയിട്ട് ആ മോഡലുകളെ സ്റ്റിച്ച് ചെയ്തിട്ടോ. തുത്തുന് പിന്നെ കുറച്ച് ഈ ഒരു ലിപ്സ്റ്റിക്ക് അങ്ങനെയുള്ള സംഭവങ്ങളോടും കുറച്ചൊരു ഇഷ്ടം കൂടുതലാണ്. എനിക്ക് പിന്നെ ആ ഒരു സംഭവം ഇല്ല കേട്ടോ. പിന്നെ അതാ അടുത്ത പൊതി അയച്ചിട്ടുണ്ട്. അടുത്ത കാര്യങ്ങളൊക്കെ വരുന്നത് ഇതൊക്കെ ഉള്ള മക്കൾക്കുള്ളതാണ് കേട്ടോ. പിന്നെ സുജിക്കുള്ളതുണ്ട്. മക്കളൊക്കെ കണ്ടില്ല വീട്ടിൽ നിന്ന് നിക്കറുകളൊക്കെയാണ് ഇടാറുള്ള, ടീഷർട്ടൊക്കെ. പിന്നെ ഓള് തന്ന ടീഷർട്ടൊക്കെ അത്യാവശ്യം നല്ലതായതുകൊണ്ട് ഞാനത് പുറത്തേക്കൊക്കെ ഇട്ട് ഇതുമൂലൊക്കെ പുറത്തേക്ക് 1-2 പ്രാവശ്യം കിട്ടിയതിന് ശേഷം വീട്ടിൽ നിന്ന് ആക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ പിന്നെ വന്ന പാടെ പിന്നെ തുത്തു ചായ വേണമെന്ന് വെച്ച് ഞാൻ ചായ ഒന്നും കുടിച്ചിട്ടില്ല. പിന്നെ കുറച്ച് നട്ട്സൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബദാം, അണ്ടിപ്പരിപ്പ്, ഈത്തപ്പഴം, ഇതൊക്കെ ഞാൻ രാത്രി വന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്ന് എല്ലാം കൂടെ വലിച്ച് വാരി പിന്നെ ഡ്രസ്സുകളൊക്കെ തപ്പിയപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോഴാണ് ഉമ്മ വിളിച്ചത്. ഉമ്മ ഞാൻ തുത്തൂൻ്റെ അടുത്ത് ഉമ്മാനെ കണ്ടപ്പോൾ ഉമ്മക്ക് അതിലേറെ സങ്കടം. ഇന്നെന്താ വിളിക്കാഞ്ഞ് സുമോ, ഞാനും പോരൂലേനോ എന്ന് പറഞ്ഞിട്ട് ഉമ്മക്ക് ഭയങ്കര സങ്കടം കേട്ടോ. അപ്പോൾ നാളെ എന്തായാലും വേറെ ഓട്ടോറിക്ഷ പിടിച്ച് വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട് തുത്തു. ഞാൻ പെട്ടെന്നുള്ള വരവായിരുന്നല്ലോ, അങ്ങനെ പ്ലാൻ ചെയ്തിട്ടുള്ള വരവൊന്നും അല്ലല്ലോ. അപ്പോൾ പറഞ്ഞപ്പോൾ പിന്നെ ഉമ്മ ഞാൻ നാളെ
എന്തായാലും വരാം, നമുക്ക് ഒരുമിച്ച് നിൽക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നാളെ അവരിവിടെ എത്തും. അങ്ങനെയൊക്കെ കൂടെ പരിപാടിയാവും. ഇപ്പോൾ മക്കളൊക്കെ ഇവിടെ കിടന്ന് ഭയങ്കര ആർമാദമാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കണ്ട് പിന്നെ ഫുഡൊന്നും കഴിക്കാൻ നിന്നിട്ടില്ല. കാരണം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ ഹസ്ബൻഡ് അവിടുന്ന് ചപ്പാത്തിയും ഇതൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഒന്നും അതിൻ്റെ ആവശ്യമില്ല. പിന്നെ രാത്രി ഞങ്ങളിതാ കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ല, അവിടെ ഒരു മിനി തിയേറ്റർ ഉണ്ട്. ആ തിയേറ്ററിൻ്റെ ഉള്ളിൽ ഇതാ ഈ ഒരു ലൈറ്റ് ഞാൻ എന്താ പറയുക, ആരെയും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ലൈറ്റൊക്കെ ഇട്ട് ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് AC ഒക്കെ ഇട്ട് കുറേ നേരം സിനിമ കണ്ട് ഒരു ഏകദേശം 2 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഉറങ്ങിയത് കേട്ടോ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് വരാം.